അസ്സലാമു അലൈക്കും. 6 വയസ്സിൽ കല്യാണം കഴിച്ച് 9 വയസ്സിലാണ് നബിയോടൊപ്പം ആയിഷ ബീവി താമസം തുടങ്ങിയത്. ബെസ്റ്റ്. ഇത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ചില മനുഷ്യർ. ഇത് കേൾക്കുമ്പോ തന്നെ അറിയത്തില്ലേ ഫേക്ക് ആണെന്ന്. 6, 9, 10 ഇതിന് മാറ്റമൊന്നുമില്ലല്ലോ അല്ലെ? അല്ല, ഈ ശൈശവിവാഹം എന്ന് പറയുന്നത് 10 വയസ്സിന് താഴോട്ടാണ്, അല്ലെങ്കിൽ 18 വയസ്സിന് താഴോട്ടാണ് അല്ലേ? അപ്പോ അതിലേതെങ്കിലും ആയിക്കൂടെ? വേണമെങ്കിൽ ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. വേണ്ടെങ്കിൽ വേണ്ട. പറയുന്നത് ഇങ്ങനെയാണ്: 6 വയസ്സിൽ വിവാഹം കഴിക്കുന്നു, 9-ാം വയസ്സിൽ അതോ 10 വയസ്സിൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കേൾക്കുന്നു. നമ്മുടെ പബ്ലിക്കിന് മുമ്പിൽ എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അതിന്റെ പ്രൂഫും കൂടെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി. ഇതൊരു പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഖുറാനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സമൂഹത്തിന് മുമ്പിൽ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത്. മെയിനായിട്ടും ഇവിടെ പ്രായം തന്നെയാണ് വിഷയം. അതായത് ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടറിനെ വളരെ വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞ് പരത്തുന്നത്. അതുള്ള കുറെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് മനുഷ്യരുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്ന രീതികൾ അത് മാറ്റുക. അതൊരു നെഗറ്റീവ് സൈഡ് വെച്ചാണ് നിങ്ങൾ എപ്പോഴും അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇരുന്ന് ഓർമ്മ നോക്കിയിരുന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ? അതെ, സ്നേഹം, പ്രൊട്ടക്ഷൻ, കെയർ. പിന്നെന്താ, നമുക്ക് ഒരു സന്തോഷവും സങ്കടമൊക്കെ വരുമ്പോൾ നമ്മുടെ കൂട്ടിന് ഒരാൾ, അല്ലേ? ഇതൊക്കെയാണ് ആ ബന്ധത്തിന്റെ അർത്ഥം. ഇവർ തമ്മിലുള്ള ഈ ബന്ധം ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഒരു പേരന്റ് ചൈൽഡ് തമ്മിലുള്ള റിലേഷനിൽ ഒരു ബോണ്ട് അതുപോലെയാണ്. കാരണം ഇവർ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പവിത്രമായ ഒരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. അപ്പോൾ ഇവർക്കെതിരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഡേറ്റിംഗ് മൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടുകളയാം. നമുക്ക് ചരിത്രത്തിലേക്ക് പോയാലോ? ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അതായത് റസൂലുള്ളാഹ് ആദ്യമേ വിവാഹം ചെയ്യുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതിനുശേഷം മക്കളുണ്ടാവുകയും അതിനുശേഷം പ്രായമാവുകയും ഉമ്മ വഫാത്താവുകയും ചെയ്യണം. അതിനുശേഷം റസൂലുള്ളാഹ് ഏകാന്തമായ ഒരു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആയിഷ റളിയല്ലാഹുവിന്റെ ബാപ്പ വന്ന് റിക്വസ്റ്റ് ചെയ്യാണ് റസൂലുള്ളാഹിയോട്. എൻ്റെ മകളെ വിവാഹം ചെയ്യാമെന്ന് ചോദിച്ചിട്ട് പല രീതിയിൽ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹ് എന്ത് ചെയ്യുന്നു? അത് നിരസിച്ചില്ല, അത് സ്വീകരിച്ചു. റസൂലുള്ളാഹ് ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. റസൂലുള്ളാഹ് ഒരു പ്രവാചകനായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് തന്റെ മോള് അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ആ ബാപ്പ ആഗ്രഹിച്ചു. അങ്ങനെ വിവാഹം ചെയ്ത് കൊടുത്തു. അതാണ് സംഭവം. അല്ലാതെ റസൂലുള്ളാഹ് ആയിഷ റളിയല്ലാഹുവിന്റെ സൗന്ദര്യം കണ്ട് മോഹിച്ചു പോയി കല്യാണം കഴിച്ചതല്ല. അങ്ങനെയൊക്കെയാണ് പലരും കഥകൾ ഉണ്ടാക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അതായത് ഇന്ന വയസ്സിൽ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം അവിടെ ഇല്ല. അതുകൊണ്ട് അവർ ചെയ്തതിൽ എന്താണ് കുഴപ്പം?